യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോട് നേരുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ ചതിച്ചവരെ, നമ്മളെ പറ്റിച്ചവരെ, വഞ്ചിച്ചവരെയൊക്കെ ഓർക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ വേദനയും ഒത്തിരി പ്രയാസങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകാനും ഇടയായിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഓർക്കാതിരിക്കാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന ജോസഫ് തൻ്റെ സ്വന്തം സഹോദരങ്ങളെ രക്തബന്ധങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഈജിപ്തിൻ്റെ അടിമയായിട്ട് വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു വാക്കുപോലും ഉരിയാടാതെ അവൻ നടന്നു നീങ്ങുകയാണ് ഒരടിമയായിട്ട് ഈജിപ്തിൻ്റെ. മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയിൽ ഈജിപ്തിൻ്റെ പൊത്തിഫർ എന്ന് പറയുന്ന യജമാനന് അവനെ വിൽക്കുന്നു. ആ യജമാനൻ തൻ്റെ ഭവനത്തിൽ ജോലിക്കാരനായിട്ട് അവനെ നിയമിക്കുകയാണ്. സുമുഖനും സുന്ദരനും പല വർണ്ണങ്ങളുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന അവനെ കണ്ടപ്പോൾ പൊത്തിഫറിൻ്റെ യജമാനത്തിക്ക് അവനോട് പ്രണയം തോന്നുന്നു, അവനോട് അഭിനിവേശം തോന്നുകയാണ്. ആരുമില്ലായിരുന്ന ഒരു ദിവസം അവൾ അവനെ കടന്നു പിടിച്ചു. അവൻ തൻ്റെ പല വർണ്ണത്തിലുള്ള പിതാവ് തച്ചു കൊടുത്ത വസ്ത്രം ഊരിയെറിഞ്ഞിട്ട് അവൻ ഓടുകയാണ്. ആ ഓടുന്ന ഓട്ടത്തിൽ ആ വസ്ത്രം കരസ്ഥമാക്കി അവനെ യജമാൻ്റെ മുമ്പിൽ പരാതിപ്പെടുകയും അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായിട്ട് അവിടെയും വിധിക്കപ്പെടുകയാണ്. എങ്കിലും ജോസഫിനെ ദൈവം കൈവിട്ടില്ല. തുടർന്ന് കാരാഗൃഹത്തിൽ കഴിയുമ്പോഴാണ് രണ്ടുപേര് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ കാരാഗൃഹത്തിൽ തന്നെ ഈ മുറിയിലേക്ക് തന്നെ രണ്ടുപേര് കടന്നു വരികയാണ്. ഒന്ന് ഫറോവ രാജാവിൻ്റെ ഈജിപ്തിൻ്റെ ഫറോമയുടെ പാനപാത്രവാഹകനും മറ്റൊരുവൻ അവിടുത്തെ പരിചാരകനുമായിരുന്നു. അവർ കണ്ട സ്വപ്നത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരും ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഞങ്ങളിവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഫറോവയോട് പറഞ്ഞ് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കുമെന്ന്. പക്ഷേ അവരും അത് മറന്നുപോയി. ജോസഫിനെ അവരും മറന്നുപോയി. അങ്ങനെ ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളിലൂടെ ജോസഫ് കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും അതൊക്കെ സഹിക്കുവാനും അതിൽ നിന്നൊക്കെ മുന്നേറുവാനും ദൈവത്തിൻ്റെ കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫറോവ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ അധിപനാക്കി ഫറോവ മാറ്റുകയാണ്. അപ്പോൾ ദൈവം പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ ചവിട്ടിത്താഴ്ത്തുമ്പോഴും നമ്മളെ പരിഹസിക്കുമ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആ ഒരു സ്നേഹമാണ് ദൈവമെന്ന് പറയുന്നത്. പിന്നീട് എന്താ ചെയ്യുന്നത്? എല്ലാവരാലും സ്വന്തം സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു. സ്വന്തമായിട്ടുള്ള സർവരാലും പരിചയിക്കപ്പെടുന്ന ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ദൈവം അവനെ ഉയർത്തി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊരെല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും മറ്റെല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹമാണ് ദൈവമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല, നമ്മളെ ഉപേക്ഷിക്കില്ല. ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കും. ജോസഫ് മറ്റൊന്നിൽ മുറുകെ പിടിച്ചില്ല, സ്ഥാനമാനങ്ങളെ മുറുകെ പിടിച്ചില്ല, തൻ്റെ ഉയർച്ചയെ നോക്കി നിന്നില്ല. ദൈവത്തെ അവൻ മുറുകെ പിടിച്ചു. ദൈവം അവനെ ചേർത്ത് പിടിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം നമ്മെ ചേർത്ത് പിടിക്കും. ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ദൈവം. അതുകൊണ്ട് എന്താ സംഭവിക്കും? ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ ആ രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറി. വലിയൊരു ക്ഷാമം അവിടെ ഉണ്ടായി. ആ ക്ഷാമം എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. പക്ഷേ ജോസഫിൻ്റെ ബുദ്ധി കാരണം, അവൻ്റെ പ്രവർത്തനം കാരണം അവിടെ മാത്രം ക്ഷാമം അവിടെ മേൽ കടന്നു വന്നില്ല, അവിടെ രാജ്യത്തിൻ്റെ മേൽ കടന്നു വന്നില്ല. അവൻ്റെ ബുദ്ധിസാമർഥ്യത്തെ പ്രതി ഫറോവ അവനെ പ്രശംസിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ക്ഷാമം അതിരൂക്ഷമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അവസാനം ഈജിപ്തിലേക്ക് കടന്നു വരികയും ഈജിപ്തിൽ വച്ച് തൻ്റെ സഹോദരങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ടും ഒരു ദ്രോഹം ചെയ്യാത്ത ജോസഫിനെയാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വേണ്ടതെല്ലാം സമ്മാനിച്ചിട്ട് നിങ്ങൾ എന്നെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കെതിരായിട്ടൊരു തെറ്റ് പോലും, അവർക്കെതിരായിട്ടൊരു ശിക്ഷാ നടപടി പോലും ചെയ്യാതെ കെട്ടിപ്പിടിച്ച് കരയുന്ന ജോസഫ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെയല്ല.
ചിലപ്പോഴൊക്കെ നമ്മളെ ദ്രോഹിച്ചവരെ നമ്മളും തിരിച്ച് ദ്രോഹിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുക. നമുക്കെതിരായിട്ട് പാര വെച്ചവനെ നമ്മൾ തിരിച്ച് പാര വയ്ക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. എന്നെ കുഴിയിലിട്ടവനെ തിരിച്ച് കുഴിയിലിടണം എന്നതാണ് നമ്മുടെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്ന ജോസഫിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? തൻ്റെ സഹോദരങ്ങൾ തന്നെ ഇത്രയും ദ്രോഹിച്ചിട്ടും അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കരയുന്ന ഒരു നല്ല ഒരു മനുഷ്യനെയാണ് ജോസഫിൽ നമ്മൾ, സ്വപ്നക്കാരനായ ജോസഫിൽ നമ്മൾ കാണും. അദ്ദേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 45 ഇപ്രകാരം വചനം വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ജോസഫ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കുറ്റക്കാരല്ല, മറിച്ച് ഇപ്രകാരം നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ക്ഷാമകാലത്ത് നിങ്ങൾക്ക് വേണ്ടി അന്നമൊരുക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടുവാൻ വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടേക്ക് അയച്ചു എന്നാണ് ജോസഫ് പറയുന്നത്. എത്ര നല്ല മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉടമയാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരിക്കലും തന്നെ ദ്രോഹിച്ചവർക്കെതിരായിട്ട് ദ്രോഹം ചെയ്തവരല്ല. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ മുഖമല്ലേ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ജോസഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മളെ ദ്രോഹിച്ചവരെ നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും വറ്റി വരണ്ടു പോകാത്ത ആ ജോസഫ് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അവർക്ക് വേണ്ടതെല്ലാം വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വേണം. കാരണം നമ്മെ ദ്രോഹിച്ചാലും നമ്മെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. കാരണം അവൻ ആരാ? തിരുവചനത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 45 പറയുന്നു, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാൻ്റെയും നീതിരഹിതൻ്റെയും മേൽ മഴ പെയ്യിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നീ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നീ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നീ കാർക്കിച്ച് തുപ്പിയാൽ തിരിച്ചു തുപ്പുന്ന ഒരു ദൈവമല്ല, നീ കരണത്തടിച്ചാൽ തിരിച്ചടിക്കുന്ന ഒരു ദൈവമല്ല. പത്രോസിനോട് എന്താ പറഞ്ഞത്? സഹോദരൻ തെറ്റ് ചെയ്താൽ 70 വട്ടം പൊറുക്കണമെന്ന് പറഞ്ഞ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജോസഫ് തനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനിട്ട പേര് മനാസെ എന്നാണ്. മനാസെ എന്ന പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എല്ലാം ക്ഷമിക്കണം, എല്ലാം മറക്കണമെന്നാണ്. ജീവിതത്തിലുണ്ടായ ഈ തിക്താനുഭവങ്ങളെയും വേദനകളെയും എല്ലാം മറക്കണമെന്നാണ് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ജീവിതത്തിൽ നമ്മളെ കഷ്ടപ്പെടുത്തിയവരെ, നമ്മെ ദ്രോഹിച്ചവരെ, നമ്മെ തള്ളിക്കളഞ്ഞവരെ, നമ്മെ പരിഹസിച്ചവരെ, ഉപേക്ഷിച്ചവരെ എല്ലാവരെയും ഈ ജോസഫ് പറയുന്നത്, മനാസെ, എല്ലാം നീ മറക്കണം, എല്ലാം നീ ക്ഷമിക്കണം. അവൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളെയും ക്ഷമിക്കുവാനായിട്ട് നിനക്കഴിയണം. മിഖാപ്രവാചകൻ്റെ പുസ്തകത്തിൽ അലിവുള്ള ഒരു ദൈവത്തെക്കുറിച്ച് എന്താ പറയുക? 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം പറയുന്നു, അവിടുന്ന് വീണ്ടും നമ്മോട് കരുണ കാണിക്കും. നമ്മൾ ചെയ്ത തെറ്റുകളോട് അവിടുന്ന് വീണ്ടും നമ്മോട് കരുണ കാണിക്കും. വചനം പറയുന്നു, അവിടുന്ന് നിൻ്റെ അതിക്രമങ്ങളെ, പാപങ്ങളെ ചവിട്ടി മെതിച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുമെന്നാണ് വചനം പറയുക. അപ്പോൾ നിൻ്റെ പാപങ്ങളെ പ്രതി സ്വർഗത്തിലിരുന്ന് നിൻ്റെ കുറ്റം വിധിച്ച് നിന്നെ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല, നിൻ്റെ കുറവുകളെ ചവിട്ടി മെതിച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് പ്രിയപ്പെട്ട മക്കളെ ജോസഫിലൂടെ നമുക്ക് കാണുന്നത്. മനാസെ, എല്ലാം പൊറുക്കണം. നമ്മെ ദ്രോഹിച്ചവരെയും നമ്മെ ചതിച്ചവനെയും വഞ്ചിച്ചവനെയും എല്ലാം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരം രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും വഴി നടത്തിയ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതിൽ നമുക്ക് സംശയം വേണ്ട. യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാം തൻ്റെ കടിഞ്ഞൂലവകാശം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന യാക്കോബ്, തന്നെ വഞ്ചിച്ച് എല്ലാം തട്ടിപ്പറിച്ചെടുത്ത ഈ യാക്കോബിനോട് ഏസാവ് ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചു കടന്നു വരുമ്പോൾ യബോക്ക് കടവിൽ വെച്ച് എല്ലാം കൊണ്ടുവന്ന് മറുഭാഗത്ത് വച്ചിട്ട് തിരിച്ചു വരുന്ന യാക്കോബ് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. പക്ഷേ എല്ലാം വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായിക്കൊണ്ട് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യാക്കോബ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഏസാവിന് എൻ്റെ മുമ്പിൽ പോയിട്ട്
ആ ഏസാവിനോട് എല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സമർപ്പിക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏസാവ് അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അനുജ എന്ന് പറയുന്നു. ആ നിമിഷത്ത് യാക്കോബ് പ്രകാരം പറയുന്നുണ്ട്, നിൻ്റെ മുഖം എൻ്റെ ജ്യേഷ്ഠ, നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ കാണുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കുവാനും തയ്യാറായാൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുഖം അവിടെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ മറ്റുള്ളവർ വേട്ടയാടുമ്പോഴും മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും തീർച്ചയായും ദൈവത്തിൻ്റെ മുഖം നിനക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാം ക്ഷമിക്കുവാൻ, എല്ലാം സഹിക്കുവാൻ, ഈ ദിനം വരെ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും ഒറ്റപ്പെടലിലും കർത്താവെ, മറ്റുള്ളവർ എന്നെ ദ്രോഹിച്ചവരിൽ നിൻ്റെ മുഖം കാണുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചതുപോലെ, നീ എൻ്റെ കുറവുകളെ ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ള കൃപ എനിക്ക് നൽകണമേ. ആമേൻ.